യേശുവിനും അമ്മയ്ക്കും നന്ദി. പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട് ഈ ആലയത്തിൽ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കിയ എന്നെ മാതാവിനും ഈശോയോട് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് അലൻ നെൽസൺ. ഞാൻ എറണാകുളം ജില്ല ആലുവയിൽ നിന്ന് വരുന്നു. ഞാൻ കൃപാസനത്തെ പറ്റി അറിയുന്നത് എൻ്റെ അമ്മ വഴിയാണ്. എൻ്റെ ഇടവക ആലുവ സെൻറ്റ് സേവിയേഴ്സ് ചർച്ചാണ്. ഞാൻ ഉടമ്പടി എടുക്കുന്നത് 2022 ഇത്രയും വൈകിയത് സാക്ഷ്യം പറയാനായിട്ട് ആദ്യം തന്നെ മാതാവിനോട് മാപ്പ് പറയുന്നു. എനിക്ക് ഇങ്ങനെ മൈക്ക് പിടിച്ച് ഇങ്ങനെ പറയാനായിട്ട് മടിയാണ്. അത് തന്നെയാണ് കാരണം. എനിക്കെന്നാലും ഞാൻ ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര രീതിയിൽ ഉഴപ്പിയിട്ടാണ് ഉടമ്പടി എടുത്തേക്കണത്. എല്ലാവരും ഇവിടെ പ്രാർത്ഥിക്കുന്ന പോലെ കറക്റ്റ് സമയത്തൊന്നും എണീറ്റൊന്നുമല്ല ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. പിന്നെ പള്ളികളിലൊക്കെ ആദ്യത്തെ ഒരു കൊല്ലം ഞാൻ കറക്റ്റായിട്ടെല്ലാം ചെയ്തുകൊണ്ടിരുന്നതാണ്. ഞാൻ കറക്റ്റ് സമയത്ത് ഞാൻ പള്ളിയിൽ പോവും, ആഴ്ചയിൽ കുമ്പസാരിക്കും, ഞാൻ കറക്റ്റ് സമയത്ത് എനിക്ക് പ്രാർത്ഥന കാര്യങ്ങളെല്ലാം എത്തിക്കും. പിന്നെ അങ്ങോട്ട് ഞാൻ ഉഴപ്പാൻ തുടങ്ങി. എന്നാലും മാതാവ് എനിക്ക് 2 വലിയ അനുഗ്രഹങ്ങൾ ഈ കാലയളവിൽ എനിക്ക് തന്നിട്ടുണ്ട്. അതിലൊന്നാമത്തത്, കൊല്ലങ്ങളായിട്ട് ഞങ്ങൾക്ക് വീടില്ലായിരുന്നു. എൻ്റെ അപ്പനമ്മ ചേച്ചി ഞങ്ങൾ 4 പേര് അടങ്ങുന്നൊരു കുടുംബമാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ ആദ്യം താമസിച്ചുകൊണ്ടിരുന്നത് ഞങ്ങൾ തറവാട്ടിലാണ്. അപ്പോൾ എൻ്റെ അമ്മാമ്മ മരിച്ചതിന് ശേഷം ഞങ്ങൾക്കുള്ള കുടുംബം അത് ഭാഗം വെച്ച് അതിൻ്റെ സ്വത്ത് ഭാഗം വെച്ച് ഞങ്ങൾക്ക് കിട്ടിയൊരു എമൗണ്ട് വെച്ച് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് മാറേണ്ടി വന്നു. അപ്പോൾ ആ സമയത്ത് പിന്നെ ഞങ്ങൾക്ക് വീട് ഞങ്ങൾ കുറേ അന്വേഷിച്ചിട്ട് ഞങ്ങൾക്ക് കിട്ടിയതൊരു പണയത്തിനൊരു വീടാണ്. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നും അന്വേഷിക്കാണ്ട് ഞങ്ങൾ ആ വീട്ടിൽ അവിടെ ചെന്നു. 4 ലക്ഷം രൂപയാണ് പണയം പറഞ്ഞത് ഒരു വർഷത്തേക്ക്. അപ്പോൾ ഞങ്ങൾ അവിടെ താമസിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പൈസ അവർ നമുക്ക് തിരിച്ചു തരണമെങ്കിൽ നമുക്കവിടെ നിന്ന് ഇറങ്ങിക്കൊടുക്കണം. പക്ഷെ അവർക്ക് സാമ്പത്തികമായിട്ട് പ്രശ്നമുള്ളതുകൊണ്ട് അവർ ആ ഒരു സമയത്ത് പൈസയ്ക്ക് ഉള്ളതുകൊണ്ടാണ് അവർ ആ വീട് പണയം വെച്ച് ഞങ്ങൾക്ക് ആ വീട് തന്നത്. അപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് ഞങ്ങൾ പൈസ അവർക്ക് തരാനില്ലാത്തതുകൊണ്ട് പിന്നെ ഞങ്ങളത് പുതുക്കി അങ്ങനെ 5 വർഷം ഞങ്ങളവിടെ താമസിച്ചു. അങ്ങനെ ഈ 5 വർഷത്തിനിടയ്ക്ക് ഒരു ദിവസം ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പെട്ടെന്ന് ബാങ്കിൽ നിന്ന് ഒരു ചേച്ചി വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഈ കുറച്ച് ദിവസത്തിനുള്ളിൽ ഈ വീട് ജപ്തി ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ആദ്യമൊന്നും പിടികിട്ടിയില്ല. അപ്പോൾ എനിക്ക് എന്തോ ഒരു പേപ്പറൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെയാണ് സംഭവം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് ഈ കാര്യങ്ങൾ അത് വായിച്ചിട്ടൊന്നും മനസ്സിലായില്ല. അപ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ നമ്പർ കൊടുത്തു. അമ്മേനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ അറിയാൻ പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പണയം തന്നാണ് അവരുടെ സ്വന്തം വീട് വെച്ച് അവർ ഓൾറെഡി ബാങ്കിന് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു വലിയൊരു തുകയായിരുന്നു. അതിൻ്റെ പകുതി അവർ അടച്ചിട്ടുള്ളൂ. പിന്നെ അവർ തവണകളായിട്ട് അത് അടയ്ക്കാത്തതുകൊണ്ട് അവർ വന്ന് ഇത് ജപ്തി ചെയ്യാൻ പോവുകയാണെന്നാണ് അറിയാൻ പറ്റിയത്. അപ്പോൾ നിലവിൽ അവരുടെ ഒരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പൈസയും കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ലാത്തൊരു കൂട്ടരാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു 4 ലക്ഷം രൂപ തരാണ്ട് ബാങ്കിന് ഇത്ര എമൗണ്ട് കൊടുക്കാനുണ്ട്. ഇതൊന്നും തരാൻ അവരുടെ കയ്യിൽ പൈസയില്ല. ബാങ്കിൻ്റെ നടപടി അവരെന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ പൈസ മേടിച്ച് വേഗം ഇവിടെ നിന്ന് പോകാൻ നോക്കിക്കോ, എന്തായാലും ഇത് ജപ്തി ചെയ്യാതെ വേറെ വഴിയില്ല എന്ന് പറഞ്ഞു. ഞങ്ങളവിടെ അവരുടെ അടുത്ത് ചോദിക്കാനാണ്, അവരുടെ കയ്യിൽ പൈസ ഇല്ലാത്ത കാര്യം ഞങ്ങൾക്കറിയാം. പക്ഷേ ഇതിപ്പോൾ നിലവിൽ അവരുടെ വീടും പോവും, ഞങ്ങളുടെ പൈസയും പോവും. ഇനി ഞങ്ങളങ്ങോട്ട് പോകും അവരെങ്ങോട്ട് പോകും എന്നുള്ളൊരു ഇതിലായി. ലാസ്റ്റ് അവർ ഈ വീട് വിൽക്കാൻ തന്നെ തീരുമാനിച്ചു. വീട് വിൽക്കാൻ തീരുമാനിച്ച സമയത്ത് ഞങ്ങൾ തന്നെ ആദ്യം ചെന്ന് ചോദിച്ചു. പൈസ ഉണ്ടായിട്ടല്ല, മമ്മിയുടെ എന്തെങ്കിലുമൊക്കെ സ്വർണ്ണവും ബാക്കി അവിടെ നിന്ന് കടവും ഇതൊക്കെ മേടിച്ച് എങ്ങനെയെങ്കിലും ആ പൈസ കൊടുത്ത് അവർ പറയണ ഒരു എമൗണ്ട് കൊടുത്ത് ഇത് ഞങ്ങൾ മേടിക്കാമെന്ന് വിചാരിച്ചു. കൊല്ലങ്ങളായിട്ട് ഞങ്ങൾക്ക് വീടില്ലാത്തതാണല്ലോ. അപ്പോൾ അങ്ങനെ ചെന്നു. പക്ഷേ അവർ പറഞ്ഞൊരു തുക ഞങ്ങൾക്ക് കൊടുക്കാനായിട്ട് പറ്റിയിരുന്നില്ല. അപ്പോൾ അവരുടെ അടുത്ത് ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ എന്നാൽ വേറെ നോക്കിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വേറെ നോക്കട്ടെ, നിങ്ങൾ അതൊരു വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ബാങ്കിന് ഈ പറഞ്ഞൊരു സമയത്തിനുള്ളിൽ ഇവരുടെ പൈസ അടച്ചില്ലെങ്കിൽ ബാങ്ക് ജപ്തി ചെയ്യും. അപ്പോൾ കുറേ കൂട്ടർ വന്ന് വീട് നോക്കിയെങ്കിലും ആരും വീട് എടുത്തിരുന്നില്ല. പിന്നെ ഞങ്ങൾ എൻ്റെ അപ്പനമ്മയും കുറേ കൊല്ലങ്ങളായിട്ട് നടക്കുകയാണ് ഒരു വീടിന് വേണ്ടി. അവർ കുറേ കൊല്ലങ്ങളായിട്ട് നടക്കുകയാണ്. ഞങ്ങൾ താമസിക്കുന്ന ആലുവ എന്നുള്ള ഒരു ജംഗ്ഷനിൽ തന്നെയാണ്. പക്ഷേ ഇവർ ദൂരെയുള്ള കുറേ സ്ഥലങ്ങളിലാണ് വീട് പോയി കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് പറയണത്, ഇവിടെ വീടുണ്ടാ, നമുക്ക് അങ്ങോട്ട് മാറിയാലോ, അവിടെ സെൻറ്റിന് അങ്ങനെ വിലയൊന്നുമില്ല. അപ്പോൾ ഞാൻ ചേച്ചി ഭയങ്കര വാശി പിടിക്കും, അത് പറ്റൂല, ഞങ്ങൾക്ക് ഇവിടെ തന്നെ പറ്റുള്ളൂ. എൻ്റെ സർക്കിൾ വിട്ടുപോകാൻ എനിക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ എത്ര എന്ത് വന്നിട്ടാണെങ്കിലും ഇവിടുന്ന് പോകില്ല എന്നുള്ള രീതിയിൽ ഞാൻ വാശി പിടിക്കും. അപ്പോൾ പിന്നെ ഞാൻ പ്രാർത്ഥിക്കണ സമയത്ത് മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഞാൻ ഡെയിലി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, മാതാവ് എനിക്ക് ഇവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങണത് എന്നാണോ 2 മാസം, ആ 2 മാസത്തിന് മുമ്പായിട്ട് ഞങ്ങൾക്ക് ഈ പരിസരത്ത് തന്നെ ഒരു വീടും സ്ഥലവും മാതാവ് എനിക്ക് വാങ്ങിച്ച് തരണമെന്ന് ഞാൻ പറയും. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ലാസ്റ്റ് പിന്നെ
എൻ്റെ അപ്പനമ്മേൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എടാ നമുക്ക് ഒന്നുകൂടി സംസാരിച്ച് നോക്കാം, അവർ കൊണ്ടുവന്ന ആൾക്കാരൊന്നും വീട് എടുക്കണില്ല, ഇപ്പം നിലവിൽ ഈ ഒന്നുകൂടി നമുക്കൊരു വില പറഞ്ഞു നോക്കാം, അവരെന്താ പറയണം നോക്കാം. അതിൽ ലാസ്റ്റ് ഒന്നുകൂടി അപ്പനമ്മയെ പോയി സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, അവർ പിന്നെ ഒരു വില പറഞ്ഞു, ഞങ്ങളൊരു വില പറഞ്ഞു, ഇത് രണ്ടിൻ്റെ ഇടയ്ക്കുള്ള ഒരു വില വെച്ച് ഞങ്ങൾ ഉറപ്പിച്ചു. അതിൽ ലാസ്റ്റ് പിന്നെ അതിൻ്റെ പൈസയ്ക്ക് വേണ്ടിയുള്ള നെട്ടോട്ടമായിരുന്നു അപ്പനമ്മയും കൂടി. എൻ്റെ ആദ്യത്തെ പൈസ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് അമ്മയുടെ സ്വർണ്ണങ്ങളും പിന്നെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കുറേ പേര് സഹായിച്ചു. പിന്നെ ഒരു 16 ലക്ഷം രൂപ പിന്നെയും കൊടുക്കാനായിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പൻ്റെ പേരിലാണ് ലോണിന് അപേക്ഷിച്ചത്. അപ്പന് ഒരു 60 വയസ്സായതുകൊണ്ട് അപ്പൻ്റെ പേരിൽ അങ്ങനെ പെട്ടെന്ന് ലോൺ കിട്ടണമെന്ന്, ഇത്ര ഒരു വലിയൊരു എമൗണ്ട് കിട്ടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. അപ്പോൾ അപ്പൻ്റെ അവിടെ കിട്ടാത്തതുകൊണ്ട് കുറേ ഈ ബാങ്കിൻ്റെ അടിയിൽ ഇങ്ങനെ കയറി ഇറങ്ങി. അപ്പം ലാസ്റ്റ് ദൈവമാതാവിൻ്റെ ഒരു അനുഗ്രഹം എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് ആ ലോൺ കിട്ടി. എന്നിട്ട് ആ പൈസ അടച്ച് ഇപ്പോൾ ഒരു 5 മാസത്തോളമായി ഞങ്ങൾ ഇപ്പോൾ ആ വീട്ടിൽ താമസിക്കുന്നത്. എല്ലാ മാതാവിൻ്റെ അനുഗ്രഹം ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. പിന്നെ എൻ്റെ രണ്ടാമത്തെ അനുഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ +2 കഴിഞ്ഞിട്ട് ഞാൻ ഡിപ്ലോമയാണ് എടുത്തത്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്. ആ സമയത്ത് ഞാൻ പഠിക്കണതിലൊക്കെ ഭയങ്കര പുറകോട്ടാണ്. ഞാൻ ഫസ്റ്റ് ഇയർ എനിക്ക് 6 സപ്ലി ഒറ്റയടി കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു +2 തന്നെ ഒരു കണക്കിനാണ് പാസ്സായി പോയത്. അപ്പോൾ ഇനി തുടർന്നുള്ള പഠിത്തത്തിലും ഫസ്റ്റ് ഇയർ തന്നെ 6 സപ്ലി കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചത് ഇതും പോയി കയ്യിൽ നിന്ന് പോയെന്ന് വിചാരിച്ചു. ഇത് പഠിക്കണതിന് എത്ര 1 ലക്ഷം രൂപ അടുത്ത് പഠിക്കണതിന് ചിലവുണ്ട്. അപ്പോൾ ഈ അപ്പനമ്മയും കൂടി ഇത് ഇത്ര കഷ്ടപ്പെട്ട് അടച്ചിട്ട് ഇനി ഞാൻ ഇതും മൊത്തം സപ്ലി അടിച്ച് കൂട്ടുകയാണെങ്കിൽ ഞാൻ പിന്നെ എന്ത് ചെയ്യുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഫസ്റ്റ് ഇയർ അത്ര സപ്ലി കിട്ടിയെങ്കിലും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അത് പാസ്സായി. പിന്നെ ഞാൻ എല്ലാ പരീക്ഷകളിലും പിന്നെ അങ്ങോട്ട് പോകണതിൽ എല്ലാത്തിനും ഞാൻ മാതാവിൻ്റെ ഉടമ്പടി ലോക്കറ്റും കൊണ്ടുപോകുമായിരുന്നു. എന്നിട്ട് ഈ പരീക്ഷ കഴിഞ്ഞിട്ട് ഞാൻ ആരും കാണാൻ ടീച്ചേഴ്സ്മാർ പരീക്ഷകളിൽ നിന്ന് ഏറ്റവും ലാസ്റ്റ് ഇറങ്ങുന്നത് ഞാനായിരിക്കും. എന്നിട്ട് ആരും കാണാണ്ട് ഞാൻ പരീക്ഷ പേപ്പറിൻ്റെ അവിടെ ഞാൻ ലോക്കറ്റ് ആയിട്ട് ഇങ്ങനെ കുരിശ് വരയ്ക്കും. ഞാൻ വിശ്വാസപ്രമാണം എത്തിക്കും, മനസ്സാപ്രമാണം എത്തിക്കും. എനിക്കൊരു വിശ്വാസത്തിന് അപ്പോൾ ടീച്ചർമാരെ കാണുമ്പോൾ ചിരിക്കും, എടാ നീ ജയിക്കൂടാ എന്നൊക്കെ ഇങ്ങനെ പറയും. പിന്നെ അങ്ങോട്ട് ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ എഴുതിയ പരീക്ഷ തൊട്ട് പിന്നെ ഞാൻ തോറ്റിട്ടില്ല. പിന്നെ 6th സെം വരെ ഞാൻ പാസ്സായി, ഞാൻ അങ്ങോട്ട് ഇറങ്ങി. പിന്നെ പാസ്സായി ഇറങ്ങിയിട്ട് ഞാൻ ഈ പഠിച്ചതൊക്കെ ഒരു കണക്കിനാണ്. ഞാൻ പഠിക്കുമായിരുന്നില്ല. ഞാൻ ഈ എന്താ പറയുക, എൻ്റെ കോളേജിലേക്ക് പോകണ മുമ്പ് ഞാൻ KSRTC ബാക്ക് സീറ്റിൽ പോയിരുന്നിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ വെറുതെ ഫോണിൽ ഒറ്റയടിക്ക് നോക്കിയിട്ട് ഞാൻ പോയിരുന്ന് എഴുതിയത്. ഒരു അക്ഷരം പഠിക്കാണ്ട് ഞാൻ പോയിരുന്ന് എഴുതിയത്. എന്നിട്ട് അപ്പോൾ ഈ കാണാപ്പാടമാണ് പഠിക്കണം സത്യം പറയാം. അപ്പോൾ ആ ഒരു മൈൻഡിലുള്ളത് അപ്പം തന്നെ എഴുതി വെക്കും. പിന്നെ ഇതിൽ വല്ല ഡ്രോയിങ് ഒക്കെ ഉണ്ടാവും, അതും എഴുതി വെക്കും. അപ്പോൾ അങ്ങനെ ചെയ്തു. അപ്പോൾ ലാസ്റ്റ് പരീക്ഷ കഴിഞ്ഞ് പാസ്സായി. പിന്നെ ഈ ജോലിയുടെ കാര്യം വന്നപ്പോഴാണ് ഞാൻ 6th സെം ആയപ്പോൾ ഇൻറ്റേൺഷിപ്പ് ചെയ്യണുണ്ടായി. ആ ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ ഭയങ്കര എനിക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഉണ്ടായില്ല ആ കമ്പനിയിൽ പ്ലേസ്ഡ് ആവാനായിട്ട്. അപ്പോൾ വേറൊരു നല്ല ജോലി എങ്ങനെ കിട്ടാനാണ്, കാരണം ഞാൻ ഈ പഠിച്ച് ഇതിൻ്റെ പ്രാക്ടിക്കൽ ബേസ് എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ഞാൻ പഠിച്ചു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ, പ്രാക്ടിക്കലായിട്ട് ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. ഇലക്ട്രിക്കലാണ്, എനിക്ക് അതിൻ്റെ പറ്റി ഒന്നും അറിയായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്താ പറയുക, എന്ത് ചെയ്യുമെന്നാണ് ഈ മിക്കവരും പഠിത്തം കഴിഞ്ഞിട്ട് ജോലി കിട്ടാണ്ട് ഇങ്ങനെ നടക്കുകയാണല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഞാനും അങ്ങനെ നടക്കേണ്ടി വരുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഒരു ദിവസം എൻ്റെ അപ്പനും അമ്മയും ചേച്ചിയും കൂടി ഞങ്ങൾ ഞായറാഴ്ച കുർബാന കഴിഞ്ഞ് ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഒരു ഹോട്ടലിൽ പോയി. അപ്പോൾ മാതാവിൻ്റെ ഒരു ദൂത് എന്നുള്ള രീതിയിൽ ഒരാളെൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, നിൻ്റെ പഠിത്തം എന്തായി കഴിഞ്ഞാന്ന് ചോദിച്ചു. ഇല്ല കഴിഞ്ഞിട്ടില്ല, ഇപ്പോൾ 6th സെം ആണ്, ഞാൻ ഇൻറ്റേൺഷിപ്പ് ചെയ്യണുണ്ട്, ജോലി നോക്കണം അത് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ എയർപോർട്ടിലൊരു ജോലിയുണ്ട്, ചെയ്യാൻ താല്പര്യം ഉണ്ടാകുന്ന ചോദിച്ചു. അപ്പോൾ പെട്ടെന്ന് ഭയങ്കര ഹാപ്പി, എയർപോർട്ടിൽ നിന്ന് കേട്ടപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പി. അത് കിട്ടുമെന്നൊന്നും പ്രതീക്ഷ ഉണ്ടായില്ല. എന്നിട്ട് എൻ്റെ കോഴ്സൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ എല്ലാം പാസ്സായി, ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ആയിട്ട് ഞാൻ ആ ചേട്ടൻ്റെ അടുത്ത് ചെന്നു. ആ ചേട്ടൻ പറഞ്ഞു, ഇങ്ങനെ നീ പിന്നെ വേറൊരു ചേട്ടൻ്റെ അടുത്ത് പോകാൻ പറഞ്ഞു. ആ ചേട്ടനാണ് അവിടുത്തെ എഞ്ചിനീയർ. എന്നിട്ട് ആ ചേട്ടൻ ഒരു ഇൻ്റർവ്യൂവിനുള്ളൊരു ഡേറ്റ് വന്നു. അന്നത്തെ ദിവസം ഇൻ്റർവ്യൂവിന് പോയപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ ഉടമ്പടി തൈലം ഇതും ഉപ്പും ഇതൊക്കെ കഴിച്ചിട്ടൊക്കെയാണ് പോയത്. ആ സമയത്ത് ഇൻ്റർവ്യൂ എനിക്ക് ഈസി ആയിരുന്നു. ഇംഗ്ലീഷിൽ എന്തൊക്കെയോ ചോദിച്ച് കുറച്ചൊക്കെ പറഞ്ഞ് കുഴപ്പമുണ്ടായിരുന്നില്ല. എന്നിട്ട് അവിടെ എനിക്കിപ്പോൾ നിലവിൽ ജോലി ലഭിച്ച് ഇപ്പോൾ ഞാൻ എയർപോർട്ടിൽ എയറോ ബ്രിഡ്ജ് ഓപ്പറേറ്ററായിട്ട് വർക്ക് ചെയ്യണു. ഇതെല്ലാം എനിക്ക്
എനിക്ക് തന്ന എൻ്റെ ഈശോയ്ക്ക് അമ്മയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. പിന്നെ ഞാൻ എൻ്റെ പത്രങ്ങൾ അങ്ങനെ കൊടുത്തിരുന്നത് വെച്ചാൽ ഞാൻ പള്ളികളിലും അതുപോലെ തന്നെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള എല്ലാവർക്കും ഞാൻ കൊടുത്തിരുന്നു. എൻ്റെ ആത്മീയ ജീവിതം എന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ കുമ്പസാരിച്ചിരുന്നു, കുഴപ്പമില്ലാണ്ട്. പക്ഷേ മാസത്തിൽ ഒരിക്കലൊക്കെയാണ് പിന്നെ കുമ്പസാരിച്ചത്. പിന്നെ കുർബാന ഇപ്പോൾ പോകുന്നുണ്ട്, ഡെയിലി കറക്റ്റ് പോകുന്നുണ്ട്. പിന്നെ 30 മിനിറ്റോളം ഞാൻ എൻ്റേതായിട്ടുള്ള പേഴ്സണലായിട്ട് ഞാൻ പ്രാർത്ഥന ഞാൻ എന്നും എത്തിക്കാറുണ്ട്. രാവിലെ അല്ലെങ്കിൽ എപ്പോഴും എനിക്കിപ്പോൾ ഷിഫ്റ്റ് ജോലി ആയതുകൊണ്ട് എനിക്ക് രാവിലെ നേരത്തെ പോവുകയാണെങ്കിൽ രാവിലെ എനിക്ക് പറ്റൂല. ചിലപ്പോൾ ഞാൻ ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നിട്ടായിരിക്കും എത്തിക്കണേ. മുടങ്ങാണ്ട് ഞാൻ എല്ലാ ദിവസവും 30 മിനിറ്റ് എൻ്റെ ഒരു പ്രാർത്ഥന എന്തായാലും ഉണ്ടാവും. പിന്നെ ബൈബിൾ ഇപ്പോൾ ഡെയിലി വായിക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്ന മാതാവിന് ഈശോയ്ക്ക് ഞാൻ 1000 നന്ദി പറയും. നിൻ്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. സങ്കീർത്തനം 55:22 ജീവിതത്തിലെ വേദനകളും ആശങ്കകളും പ്രശ്നങ്ങളും ഭയങ്ങളുമെല്ലാം നാം ഒറ്റയ്ക്ക് വഹിക്കുകയല്ല. ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ദൈവമാണതെല്ലാം ഏറ്റെടുക്കുന്നത്. വിശ്വാസത്തോടെ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നമ്മൾക്ക് കുലുങ്ങുവാൻ അനുവദിക്കാത്ത ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മെ സംരക്ഷിക്കുന്ന കൃപാസനം അമ്മയാണ് നമ്മളെ സംരക്ഷിച്ച് നമ്മളെ കരം പിടിച്ച് മുന്നോട്ട് നയിക്കുന്നത്. ഉടമ്പടിയിലൂടെ നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ, ഭാവി കാര്യങ്ങൾ, ഭവനമില്ലായ്മ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ ഭാരങ്ങളെല്ലാം പരിശുദ്ധ അമ്മയാണ് കർത്താവിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. ഉടമ്പടി ജീവിതത്തിൽ നമുക്കുറപ്പാണ് ദൈവം കൈവിടില്ല, അവിടുന്ന് നമ്മെ താങ്ങി നിർത്തുന്ന ഒരു ദൈവമാണ് എന്ന്. നമുക്ക് വഹിക്കാൻ താങ്ങാൻ കഴിയാത്ത കാര്യങ്ങൾ, ഭാരങ്ങളെല്ലാം ദൈവത്തിന് കൊടുക്കുമ്പോൾ ഈശോയും അമ്മയും നമ്മെ വഹിക്കാനായിട്ട് തുടങ്ങുകയാണ്. ഈശോയും അമ്മയും സ്നേഹത്തോടെ വഹിച്ച് താങ്ങി നിർത്തിയ ഒരു മകൻ്റെ ദൈവാനുഭവ സാക്ഷ്യമാണ്, പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യമാണ് നാം ഇപ്പോൾ കേട്ടത്. അലൻ നെൽസൺ നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത് 5 വർഷത്തോളം വാടക വീട്ടിൽ താമസിച്ചിരുന്ന ഈ മക്കൾക്ക് ഒരു ഭവനം നൽകി. അതും ആ മകൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു എങ്ങനെയാണ് ആ ഭവനം ലഭിച്ചതെന്ന്. ജപ്തിയുടെ വക്കിലായിട്ടും ഓരോ രീതിയിൽ ഈശോയും അമ്മയെ ഇടപെട്ട് ആ ഭവനം അവർക്ക് കൊടുത്തതെന്ന് ആ മകന് ക്ലിയറായിട്ട് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു. ഈശോയുടെ അമ്മയുടെ ഇടപെടലിലൂടെ കൂടിയ ദൈവകൃപയിൽ കൂടിയാണ് ആ ഭവനം അവർക്ക് ലഭിച്ചത്. ഉടമ്പടി ജീവിതത്തിൽ എത്ര വീഴ്ച ഉണ്ടായാലും ദൈവത്തിൻ്റെ കാരുണ്യവും ദൈവത്തിൻ്റെ കൃപയുമാണ് നമ്മുടെ കൂടെയുള്ളത്. ഈ മകൻ പറഞ്ഞതുപോലെ ഉടമ്പടി പലപ്പോഴും മുന്നോട്ട് പോകുവാനായിട്ട് ബുദ്ധിമുട്ടി, പക്ഷെങ്കിൽ ഈശോയുടെ കൃപയും കാരുണ്യവും ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്നു. ഓരോ ദിവസവും ഉടമ്പടി പ്രാർത്ഥനയിലൂടെ വിശ്വാസ ജീവിതത്തിലൂടെയും വഴുതി പോകുമ്പോൾ വഴുതി പോകുമ്പോൾ ദൈവം ഇവരെ താങ്ങി നിർത്തുന്നതായിട്ടാണ് ഈ മകൻ സാക്ഷ്യപ്പെടുത്തുന്നത്. പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും പ്രലോഭനങ്ങളുടെയും നിരാശകളുടെയും നടുവിൽ നമ്മളെ തളർത്താത്ത ഒരു ദൈവമാണ്, സംരക്ഷിക്കുന്ന ഒരമ്മയാണ് കൃപാസനം അമ്മ. അങ്ങനെ ഇവർക്ക് ഒരു നല്ല ഭവനം നൽകി അനുഗ്രഹിക്കുകയും ഈ മകന് ഡിപ്ലോമ ഇലക്ട്രോണിക് ആൻഡ് ഇലക്ട്രിക് കഴിഞ്ഞിട്ട് അത് തീരുന്നതിന് മുൻപ് തന്നെ, ആ കോഴ്സ് കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ് തന്നെയാണ് മാതാവും ഈശോയും ഈ മകൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നത്. ഒരു മകനിൽ കൂടെ ഇങ്ങോട്ട് വന്ന് ചോദിക്കുകയായിരുന്നു, മോനെ ഡിപ്ലോമ കംപ്ലീറ്റ് ആയോന്നു. ഇപ്പോഴത്തെ കാലത്ത് എത്രയോ കുട്ടികളാണ് എല്ലാ പഠനവും കഴിഞ്ഞ് എല്ലാ ബിരുദവും നേടി സർട്ടിഫിക്കറ്റുമായിട്ട് കാത്തിരിക്കുന്ന ഒരു ജോലിക്ക് വേണ്ടിയിട്ട്. പക്ഷെങ്കിൽ ഈ മകന് വേണ്ടി കോഴ്സ് കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ ഈശോയും അമ്മയും ഇടപെട്ട് മോനെ കോഴ്സ് കംപ്ലീറ്റ് ആയോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഒരു വ്യക്തി, ഈ മകന് ഒരറിയാത്ത ഒരു വ്യക്തി, ഒരിക്കലും മുൻപ് കാണാത്ത ഒരു വ്യക്തി ഇങ്ങോട്ട് വന്ന് ഈ മകനോട് ചോദിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എയറോ ബ്രിഡ്ജ് ഓപ്പറേഷനിൽ ജോലി ചെയ്യുകയാണ് ഈ മകന്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് എല്ലാ കാര്യവും ഏറ്റു ചെയ്യുന്ന ഒരു ഈശോയും ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മുടെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുമ്പോൾ അവിടുന്ന് നമ്മെ താങ്ങി നിർത്തുന്ന ഒരു ദൈവമാണെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് ഈ മകന്. ഈശോയുടെയും അമ്മയുടെയും കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ ഉടമ്പടി ജീവിതത്തിൽ നമുക്കും ഉറപ്പുണ്ട്, ദൈവം കൈവിടില്ല, അവിടുന്ന് നമ്മെ താങ്ങി നിർത്തുമെന്ന് നമുക്കും ഉറച്ചു വിശ്വസിക്കാം. കൃപാസന പ്രാർത്ഥനയിലൂടെയും ജപമാലയിലൂടെയും വചന വായനയിലൂടെയും അവൻ പറയുന്നത് ചെയ്യുക എന്നാണ് പരിശുദ്ധ അമ്മ നമ്മളോട് പറയുന്നത്. ഈ ശുശ്രൂഷയിൽ എല്ലാം കൂടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിലൂടെയൊക്കെ നമ്മുടെ വിശ്വാസം ശക്തിപ്പെടുത്താനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മ നമ്മുടെ ജീവിതത്തിൽ കുലുങ്ങാൻ അനുവദിക്കാത്ത ഒരു അമ്മയാണ്. നമ്മെ സംരക്ഷിക്കുന്ന കൃപാസനം അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വരുമ്പോൾ നമ്മുടെ കണ്ണുനീരൊപ്പുന്ന അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. നമുക്കും നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ വിശ്വസ്തയോടെ തീഷ്ണതയോടെ മുന്നോട്ട് നയിക്കാം. അലൻ നെൽസന് കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി.